നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിലും മറ്റു ബന്ധങ്ങളിലും സ്ഥിരമായി കേൾക്കുന്ന ഒരു പരാതിയെക്കുറിച്ചാണ്. എന്റെ പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് അവർ ഒന്നും ചെയ്യുന്നില്ല. ഈ പരാതി പറയാത്തവരായി നമ്മളിൽ ആരും കാണില്ല. എന്നാൽ ഈ പരാതി പറയുന്ന നമ്മൾ എപ്പോഴെങ്കിലും സ്വയം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം എന്നാഗ്രഹിക്കുന്ന നമ്മൾ അവരെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്? നമ്മുടെ ഇഷ്ടങ്ങൾ അവർ നോക്കണമെന്ന് വാശി പിടിക്കുമ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ നോക്കാറുണ്ടോ? ഈ ഒരു ചിന്തയെ മുൻനിർത്തിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പങ്കാളിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്. താനൊന്നു വല്ലാതെ ഇരുന്നാൽ അവരത് തിരിച്ചറിയണം. തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം അവർ ചോദിക്കാതെ വാങ്ങിത്തരണം. തിരക്കുകൾക്കിടയിലും തനിക്കുവേണ്ടി സമയം കണ്ടെത്തണം. ഇതൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ ബന്ധങ്ങൾ എന്നത് ഒരു വൺ വേ ട്രാഫിക് അല്ല. നമ്മൾ മറ്റൊരാളിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നുവോ അത് തിരിച്ചു നൽകാനുള്ള ബാധ്യത നമുക്കുമുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മിടുക്കന്മാരാണ്. നീ അത് ചെയ്തില്ല, നീ ഇത് പറഞ്ഞില്ല എന്നിങ്ങനെ കുറ്റപ്പെടുത്തലുകളുടെ ഒരു നിര തന്നെ നമ്മുടെ പക്കലുണ്ടാകും. എന്നാൽ ഞാൻ എന്തു ചെയ്തു എന്ന് ചിന്തിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. നമ്മുടെ ബന്ധങ്ങൾ ഒരു കണ്ണാടി പോലെയാണ്. നമ്മൾ എന്ത് കാണിക്കുന്നുവോ അതുതന്നെയാകും പ്രതിഫലനമായി തിരിച്ചു ലഭിക്കുക. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്നതിനു മുൻപ് ചിന്തിക്കുക. നിങ്ങൾ അദ്ദേഹത്തിന്റെ ജോലിയിലെ ടെൻഷനുകൾ, അദ്ദേഹത്തിന്റെ ചെറിയ ആഗ്രഹങ്ങൾ, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്നിവ മനസ്സിലാക്കാറുണ്ടോ? ഇത് ഭർത്താക്കന്മാർക്കും ബാധകമാണ്. ഭാര്യ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ലെന്നോ തന്നെ പരിഗണിക്കുന്നില്ലെന്നോ പരാതിപ്പെടുന്നതിനു മുൻപ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ തളർച്ചയെ നിങ്ങൾ ഉൾക്കൊള്ളാറുണ്ടോ? പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ അവർ തിരിച്ചും അങ്ങനെ ചെയ്യാൻ പ്രേരിതരാകുമെന്നതാണ് വാസ്തവം. ബന്ധങ്ങളിൽ മാറ്റം വരണമെങ്കിൽ ആരോ ഒരാൾ ആദ്യം വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും. അത് ഞാൻ എന്തിന് ആദ്യം ചെയ്യണം എന്ന ഈഗോ മാറ്റിവെച്ച് തുടങ്ങുന്നിടത്താണ് വിജയം. ആദ്യം ശ്രദ്ധിക്കാൻ പഠിക്കുക. പങ്കാളി ഒന്നും പറയുന്നില്ലെങ്കിലും അവരുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ അവർക്ക് എന്തു വേണമെന്ന് നമുക്ക് മനസ്സിലാകും. ചെറിയ കാര്യങ്ങളെ അഭിനന്ദിക്കുക. കുറ്റപ്പെടുത്തുന്നതിനു പകരം എനിക്കിത് വിഷമമായി എന്ന് സ്നേഹത്തോടെ തുറന്നു പറയുക. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ അവർ നമ്മളെയും ശ്രദ്ധിച്ചു തുടങ്ങും. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് മനുഷ്യസഹജമായ ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ, ലോകം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം സ്വയം മാറണമെന്ന് പറയുന്നതുപോലെയാണ് ബന്ധങ്ങളുടെ കാര്യവും. മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹം നൽകുക. അവർ നിങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പരാതികൾ കുറച്ച് പരിഗണനകൾ കൂട്ടിനോക്കൂ. ജീവിതം എത്ര മനോഹരമാകുമെന്ന് നിങ്ങൾക്ക് തന്നെ കാണാം. സ്നേഹത്തോടെയും ധാരണയോടെയും മുന്നോട്ടു പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ. നന്ദി.